നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളുടെ വീടുകളിലൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന കൊണ്ടാട്ടം, അരിപ്പപ്പടം, ഇന്ന് കാലത്ത് എല്ലാ സ്ത്രീകളും ജോലിക്ക് പോകുന്നതുകൊണ്ട് അവർക്കൊക്കെ അത് ഉണ്ടാക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എൻ്റെ ചേട്ടത്തി തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് ശ്രീനാരായണ ഫുഡ്സ്. അപ്പോൾ ഇതാണ് ശ്രീനാരായണ ഫുഡ്സിൻ്റെ പ്രൊപ്പറേറ്റർ. അതിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. പിന്നെ ഇത് ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റേജാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഹൈജീനായിട്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ട്രെൻഡിങ് ഐറ്റമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം. അപ്പോൾ ഉണ്ണിത്തണ്ട് ആണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം പ്രോസസ്സിങ്, പിന്നെ പപ്പടം, അതായത് അരിപ്പപ്പടം, അത് ഗ്രീൻ ചില്ലിയിലും റെഡ് ചില്ലിയിലും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നീളം കൊണ്ടാട്ടം ഉണ്ടല്ലോ, അരിയിലുണ്ടാക്കുന്ന നീളം കൊണ്ടാട്ടം റെഡ് ചില്ലിയിലും ഗ്രീൻ ചില്ലിയിലും ചെയ്യുന്നുണ്ട്. ഇപ്പം ഉണ്ണിത്തണ്ട് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അത് ഉണങ്ങാനായിട്ട് ട്രേകളിൽ വയ്ക്കുന്ന ഇതാണ് വീഡിയോയിൽ കാണുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ കൊറോണയ്ക്ക് മുമ്പ്, അതായത് പ്രളയകാലത്തിനൊക്കെ മുമ്പേ തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്. പക്ഷേ ഇടയിൽ ഈ 3 വർഷം കൊറോണയും പ്രളയമായിട്ട് ഒന്ന് ഡൗണായി. ഇപ്പോൾ വീണ്ടും വളരെ ഉഷാറോടുകൂടി തന്നെ സ്റ്റാർട്ടപ്പ് ആയിട്ട് നല്ല മൂവിങ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് നിയറസ്റ്റ്, ഇത് പാലക്കാടാണ് സ്ഥലം, നിയറസ്റ്റുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഇതിപ്പോൾ സെയിലാവുന്നുണ്ട്. പിന്നെ അവരുടെ ബന്ധുജനങ്ങൾക്കൊക്കെ വിദേശത്തുള്ള മക്കൾക്ക് കൊടുത്തയക്കാനും അങ്ങനെയൊക്കെ ധാരാളമായിട്ട് ഈ കൊണ്ടാട്ടം ഇവിടുന്ന് സെയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബൾക്കായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ കൊറിയർ ചാർജും കൂടെ ലാഭിക്കാൻ പറ്റും. ഇതിൻ്റെ വില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് അറിയാവുന്നതാണ്. അപ്പം ഇതിൻ്റെ കൂടുതൽ എല്ലാ കാര്യങ്ങളും, അതായത് ഇതല്ലാതെ നമ്മളും കുറേ പ്രൊഡക്ട്സ് പരീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ഇറക്കുന്നതാണ്. ഇപ്പോൾ ഇത് അരിപ്പപ്പടം, ഇതൊരു ഓർഡർ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം ബൾക്കായിട്ട് ഒരു ഓർഡർ വന്നതാണ്. അതേപോലെ സാമ്പിളായിട്ട് മറ്റ് പാക്കറ്റുകൾ വാങ്ങുന്നുണ്ട്. അപ്പം കടകളിലേക്കുള്ള സെയിലുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് താല്പര്യപ്പെട്ട് ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളെ ഒന്ന്, നമ്മുടെ ഈ ചെറിയ എൻ്റെ ചേട്ടത്തിയമ്മയാണിത് ചെയ്യുന്നത്, അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം അത് വാങ്ങാനുള്ള നമ്പർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ സാമ്പിൾ ഞാനിത് വറുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ മറ്റ് കൊണ്ടാട്ടം കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ആയിരിക്കില്ല ഇത്. ഒരിക്കൽ നിങ്ങൾ സാമ്പിൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പറയുമ്പോൾ ഇത് എല്ലാ സ്റ്റോറിലും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലും ഉണ്ടല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അതുപോലെയല്ല, ഇത് കുറച്ച് വ്യത്യസ്തമാണ്. അത് വാങ്ങി ഉപയോഗിച്ചവർ വീണ്ടും വീണ്ടും വന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ സാമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഗ്രീൻ ചില്ലിയിലെ പപ്പടമാണ്, നമ്മൾ റൈസ് പപ്പടമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പണ്ടൊക്കെ ജോയിൻറ്റ് ഫാമിലിയിൽ എല്ലാവരും കൂട്ടത്തോടെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇന്നിപ്പോൾ നമുക്ക് ആർക്കും തിരക്ക് പിടിച്ച സമയത്ത് ഇതൊന്നും ചെയ്യാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റോറുകളെയാണ് ആശ്രയിക്കുക. ഇത് റെഡ് ചില്ലിയാണ്, റെഡ് ചില്ലി പപ്പടമാണ് നമ്മളിതിലിട്ടിരിക്കുന്നത്. പക്ഷേ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പലതും ഇത്ര ക്വാളിറ്റി ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഈ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം. ഇതൊരു ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ് കേട്ടോ, പപ്പടവും ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം എല്ലാം. ഓക്കെ, ഇത്രയും നന്നായി പൊങ്ങി വരും. ഞാനൊരു ചെറിയ ചീഞ്ചട്ടി വെച്ചതുകൊണ്ട് ശരിക്കും പോരാ. എണ്ണയും കുറച്ചും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാൻ സാമ്പിളായതുകൊണ്ട് കുറച്ച് ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ അടിക്കുമ്പോൾ നമുക്ക് വളരെ ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ പൊടിഞ്ഞു പോകും. അതേപോലെ നല്ല എണ്ണയിലിടുമ്പോൾ നല്ല വീർത്ത് വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ബൾക്കായിട്ട് കടകളിലേക്കൊക്കെ ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ മക്കൾ വിദേശത്തുള്ളവർക്ക് കൊടുത്തയക്കാനോ ഒക്കെ ആയിട്ട് ഓർഡർ ചെയ്യണം എന്നുള്ളവർ, താല്പര്യമുള്ളവർ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ലാസ്റ്റ് ഇട്ടത് നീളം വറ്റിൽ രണ്ടും കണ്ടല്ലോ അല്ലേ, പച്ചമുളകിൻ്റെയും ചുവന്ന മുളകിൻ്റെയും. ഇപ്പോൾ ലാസ്റ്റ് ഇട്ടത് ഉള്ളിക്കൊണ്ടാട്ടാണ്. ഉള്ളി അതായത് നമ്മൾ ഉണ്ണിത്തണ്ടിൻ്റെ അതേ പ്രോസസ്സിങ്ങാണ്, സവോള ഉള്ളി വെച്ചിട്ടുള്ള കൊണ്ടാട്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക. താങ്ക് യു.